Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ഒരു ബെൽ ഐക്കൺ വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റവപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത റവയാണ് നമുക്ക് ആവശ്യം, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വറുത്ത റവയാണ്. അപ്പോൾ ഇതേ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത റവ എടുത്ത സെയിം അളവിൽ 1 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നല്ല മധുരമാണ്. അപ്പോൾ കുറച്ച് മധുരം കുറച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ്സൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇതിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കുത്തുള്ള ഏലക്കായ ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ 1 ഗ്ലാസ് വെള്ളം, നമ്മൾ നേരത്തെ റവയൊക്കെ എടുത്ത സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അധികം വെക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് 1 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വെച്ച റവ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി റവയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് എടുത്തപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് റവ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇളക്കി കൊടുത്തപ്പോൾ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വറക്കാത്ത റവ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും വറക്കാത്ത റവ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ നാട്ടിലെ റവയാണ് ഒന്നുകൂടെ നല്ലത്. ഇവിടുത്തെ അത്ര മെച്ചം തോന്നുന്നില്ല എനിക്ക് ഉണ്ടാക്കിയപ്പോൾ. എന്തായാലും ഇവിടെ നമ്മുടെ റവയൊക്കെ കുക്കായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അടച്ച് വെക്കുക. നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചൂടാറിയ ശേഷം ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ബൗളിലെടുത്ത ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ അപ്പത്തിനുള്ള മാവ്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ കയ്യിൽ ലേശം എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തടവണം എന്നൊന്നുമില്ല, പക്ഷെ എന്നാലും തടവിയാൽ നന്നായിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ചെറിയ ബോളാക്കിയിട്ട് കയ്യിൻ്റെ ഉള്ളനടിയിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ വിരലുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത്യാവശ്യം ഒരു കട്ടിയിൽ ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നല്ലോണം എണ്ണ ചൂടായിട്ട് ഒന്ന് തീ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഓൾറെഡി കുക്കായിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് വറക്കണം എന്നൊന്നുമില്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആവുന്നത് വരെ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറയ്ക്കാണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എണ്ണയൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഇതിൽ പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള എണ്ണ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ എണ്ണ മുഴുവൻ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ റവ അപ്പം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക് യു.